ഒരുപാട് പിശാചുക്കൾ, ഒരുപാട് ദുരാത്മാക്കളും പാപത്തിൻ്റെ കൂടായിരിക്കുന്ന മനുഷ്യനെ വലഞ്ഞ് ഈ വലിയ വലിയ കടവാവലുകളൊക്കെ വന്ന് തൂങ്ങി കിടക്കണ മാതിരി ഈ പിശാചുക്കളുടെ വ്യൂഹങ്ങൾ വന്ന് ഇയാളെ വലയം ചെയ്യും. അത്ര രക്ഷപ്പെടത്തിന് എളുപ്പമല്ല. ഞാൻ നോക്കണ്ട ആവിലാല വിശുദ്ധ അമ്മത്രേസ്യ ഒരു കാര്യം പറഞ്ഞത്. ആവിലാല വിശുദ്ധ അമ്മത്രേസ്യയുടെ കളക്റ്റഡ് വർക്ക്സ് ഓഫ് സെൻറ്റ് തെരേസ ഓഫ് ആവില എന്ന് പറഞ്ഞ പുസ്തകത്തിലൊരു ഭാഗമുണ്ട്. എന്തെന്നറിയോ? ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ ആവിലാൽ വിശുദ്ധ അമ്മത്രേസ്യ വീട്ടിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ കണ്ട കാഴ്ച അമ്മത്രേസ്യനെ ഒരുപാട് ഭയപ്പെടുത്തി. ആ ഭയപ്പെടുത്തിയ കാര്യം അമ്മത്രേസ്യ എഴുതി വെച്ചിരിക്കുന്നത് കളക്റ്റഡ് വർക്ക്സ് ഓഫ് സെൻറ്റ് തെരേസ ഓഫ് ആവില ചാപ്റ്റർ 38 പാർട്സ് 24 and 25. 24-25 ഖണ്ഡികയിൽ 38-ാമത്തെ ചാപ്റ്ററിൽ 24-25 ഖണ്ഡികയിലുള്ളത് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഞാനത് മലയാളത്തിൽ പറഞ്ഞോളാം. വായിച്ചോ. At another time something else happened to me that frightened me very much. ഒരു ദിവസം എന്നെ ഭയങ്കര ഭയപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായി. എന്താ അത്? I was at a place where a certain person dead who for many years had lived a wicked life. മനുഷ്യൻ മരിച്ചു. ആ മരിച്ച മനുഷ്യന്റെ വീട്ടിലേക്ക് ഞാൻ പോയി. From what I knew, but he had been sick for 2 years, and in some things it seems he had made amends. He died without confession. He died without confession. But nevertheless, it didn't seem to me he would be condemned. Okay. ഈ മനുഷ്യൻ കുമ്പസാര ഇല്ലാതെ മരിക്കാൻ ഇടവന്നു. അടുത്തത്. While the body was being wrapped in its shroud, I saw many devils take that body. അതായത് അമ്മത്രേസ്യ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച, ഈ ബോഡീനെ ഇങ്ങനെ ഒരു തുണിയിലൊക്കെ പൊതിഞ്ഞിട്ടുണ്ടെങ്കിലും അനേകം ഡീമൻസ്, അനേകം പിശാചുക്കൾ വന്ന് ആ ബോഡീനെടുത്ത് തട്ടിക്കളിക്കുകയാണ്. അതായത് നമ്മൾ ഫുട്ബോൾ ചവിട്ടണ മാതിരിയിട്ട് ചവിട്ടും. അതിനെ അങ്ങോട്ട് ഇൻസൾട്ട് ചെയ്യാവുന്നതിനെ മാക്സിമം ഇൻസൾട്ട് ചെയ്യണം, അങ്ങോട്ട് അതിനെ അവഹേളിക്കുകയാണ്. ഓക്കെ. So I saw many devils, many demons take that body, and it seemed that they were playing with it. അതുകൊണ്ട് കളിക്കുന്ന ഒരു രംഗം അമ്മത്രേസ്യക്ക് വീട്ടിൽ കാണാൻ സാധിച്ചു. And punishing it. Okay. This terrified me, for with large hooks they were dragging it from one devil to the other. ഈ ഡീമൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഈ ഡെഡ് ബോഡി ഇട്ട് തട്ടിക്കളിക്കുക, അങ്ങനെ ഇതിനെ ഇൻസൾട്ട് ചെയ്യണതാണ് ശ്രദ്ധയപ്പെട്ടത്. Since I saw it buried with the honor and ceremonies accorded to all, I reflected on the goodness of God. അതായത് അതിനുശേഷം വൈദികർ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നു. വൈദികർ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നപ്പോൾ പിശാചുകളെല്ലാം ഓടി മറഞ്ഞു. അതിനുശേഷം അതിനെ വീണ്ടും ഇങ്ങനെ സിമിട്രി കൊണ്ടുപോയിട്ട് ഈ ശവക്കുഴിയുടെ തൊട്ടടുത്ത് വെച്ചു. അതിനുശേഷം പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ശവക്കുഴിയിലേക്ക് വെക്കുന്ന സമയത്ത് അമ്മത്രേസ്യ കണ്ടത് നമ്പർലെസ് ഡീമൻസ്. ഈ ഡെഡ് ബോഡീനെ വെൽക്കം ചെയ്യാൻ വേണ്ടി അസംഖ്യം ഡീമൻസ്, പിശാചുക്കൾ ശവക്കുഴിയിൽ ഇങ്ങനെ കൈയടിച്ച് കാത്തിരിക്കുകയാണ്. How he did not want that soul to be defamed, but wanted the fact that it was his enemy to be concealed. Okay. I was half stupefied from what I had seen. During the whole ceremony, I didn't see another devil. Afterward, when they put the body in the grave, there I was such a multitude of them inside, ready to take it, that I was frantic at the sight of it. Afterward, and when they put the body in the grave, there was such a multitude of them inside, ready to take it, that I was frantic at the sight of it. അതായത് ഇത് കണ്ട ഭയപ്പെടുന്നത് പോലെയുള്ള ഒരു ദർശനമാണ് അമ്മത്രേസ്യ അവിടെ ആ ഫ്യൂണറലിൽ കണ്ടത്. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവിതകാലം മുഴുവനും അമ്മത്രേസ്യക്ക് ഇത് ഭയപ്പെടുത്തുന്ന ഓർമ്മയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, വേറൊരു വാക്യം പറഞ്ഞാൽ പാപത്തിൽ പൂണ്ടിങ്ങനെ ജീവിച്ചു കഴിയുമ്പം നമ്മുടെ ബോഡി പോലും ഡീമൻസിൻ്റെ കൺട്രോളിലാണ്. നമ്മുടെ ആത്മാവ് മാത്രമാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അത്യധികം വേദനിക്കുന്നൊരു കാര്യമാണ് നാം പാപത്തിൽ ഇതുപോലെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ ജീവിക്കുന്നത്. പാപത്തിൽ ഇതുപോലെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതുപോലെ അനേകം ആത്മാക്കൾ നമ്മുടെ കുടുംബത്തിൽ ദൈവവായു ഇല്ലാതെ ദൈവം നഷ്ടപ്പെട്ടവരായി എന്തുകൊണ്ടാണ് അനേകം കുടുംബാംഗങ്ങൾ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്നത്? ഒറ്റ കാരണമുള്ളൂ, ആത്മാർത്ഥമായി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇവർക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യാനും ഇവർക്ക് വേണ്ടി സാക്രിഫൈസ് പരിത്യാഗങ്ങൾ എടുക്കാനും ഇന്ന് ഇവിടെ അമ്മമാരില്ല.
ഇന്നിവിടെ സഹോദരി സഹോദരന്മാരില്ല, ഇന്നിവിടെ അപ്പന്മാരില്ല, ഇന്നിവിടെ ആരുമില്ല. അതുകൊണ്ട് ഈ ആത്മാക്കൾ കൂട്ടം കൂട്ടമായി നശിക്കുന്നു എന്നാണ് പരിശുദ്ധ അമ്മ ആ 3 കുട്ടികൾക്ക് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് വെളിപ്പെടുത്തി കൊടുത്തത്. ഉടനെ പരിശുദ്ധ അമ്മ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിച്ചു. കുട്ടികളെ, നിങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി, നിങ്ങൾ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ റെഡിയാണ്. ആർ യു വില്ലിങ്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ റെഡിയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, then you will have to suffer a lot. നിങ്ങൾ ഒരുപാട് സഹിക്കേണ്ടി വരും എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുത്തു. അവർ പറഞ്ഞു, ഞങ്ങൾ റെഡി, ഞങ്ങൾ സഹിച്ചോളാം, പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം മതി, ഞങ്ങൾക്ക് പാപികളുടെ മാനസാന്തരം തരണം. നിങ്ങളുടെ വീട്ടിലുള്ള ഒരുപാട് പേരെ ഇങ്ങനെ ഫുട്ബോൾ ഇരുന്ന് തട്ടണമാർ തട്ടിക്കളിക്കാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അതായത് നമ്മുടെ വീട്ടുകാരാണെന്നല്ല, ആരെ പരിശുദ്ധാത്മ കാണിച്ച് ഇനി ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. ആൾക്ക് വേണ്ടി നമ്മൾ ശരിക്കും ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കണം. എനിക്കിപ്പോൾ സ്വന്തക്കാരെ ബന്ധക്കാരെന്നല്ല, ഒരു ആത്മാവിനെ കണ്ടാൽ ആ ആത്മാവ് ദൈവത്തിൻ്റെയാണ്. ആ ആത്മാവിൻ്റെ ഒരു ആത്മാർത്ഥമായി നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ, നമ്മുടെ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാൾ എന്ന് പറഞ്ഞൊരു പുണ്യാളനുണ്ട്, സെൻറ്റ് ജോൺ മരിയ വിയാനി. ഈ വിയാനി പുണ്യാളിനെ കുറിച്ച് ഞാൻ ജീവചരിത്രം വായിച്ചു. ജീവചരിത്രം എന്താ കാണുന്നറിയാവോ? ഈ വിയാനി പുണ്യാളിന് രോഗം പിടിച്ച ഒരു ശരീരമായിരുന്നു. തണുപ്പൊക്കെ വന്നാൽ ഭയങ്കര ആസ്മ, ഭയങ്കര ബുദ്ധിമുട്ടാണ് തണുപ്പ് സമയത്ത് ഈ അതിജീവിക്കാൻ. അതുപോലെ ഈ വിയാനി പുണ്യാളിനെ കണ്ടാൽ ഒരു മെനയില്ല, അങ്ങനെ ആകെ മെല്ലിച്ചിങ്ങനെ നീണ്ടിട്ടൊരു ഒരാളാണ്. ഒരു നമുക്ക് കാണാൻ ആകർഷകമോ ആകാര ഭംഗിയോ അഴകോ ഒന്നും നമുക്ക് മറ്റുള്ളവരെ കാണുന്ന പോലെയൊന്നും ഇല്ല. അങ്ങനെ മെല്ലിച്ചൊരു ശരീരം. മാത്രമല്ല, ഈ വിയാനി പുണ്യാളിൻ്റെ പള്ളിയിൽ ഭയങ്കര കർക്കശക്കാരനാണ്. കർക്കശക്കാരൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഡാൻസിന് പോയാൽ ഷൗട്ട് ചെയ്യും, അവരെ നന്നായിട്ട് ചീത്ത പറയും, അങ്ങനെ പോകാൻ പാടില്ലെന്ന് കർശനമായിട്ട് ശാസിക്കും. അതുപോലെ പള്ളി താമസിച്ച് വന്നാൽ ശാസിക്കും, പള്ളി കുർബാനയ്ക്ക് ഞായറാഴ്ച വരാതിരുന്ന ശാസിക്കും, ഞായറാഴ്ച പാർട്ടി വെച്ചാൽ ശാസിക്കും. അങ്ങനെ ശരിക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നല്ലൊരു വികാരിച്ചൻ. അപ്പോൾ ആളുകൾക്കെല്ലാം ഭയങ്കര ദേഷ്യം. ആളുകൾ പറയണത് എങ്ങനെയാണ്, ഈ അറുബോറൻ അച്ഛനെ എത്രയും പെട്ടെന്ന് ഒരു പാഴ്സൽ ഒരു വണ്ടിക്കകത്ത് കയറ്റി ബിഷപ്പ് ഹൗസിൽ കൊണ്ട് വിടണം എന്ന് പറഞ്ഞാൽ അതുപോലെ ആളുകൾക്ക് മടുപ്പ്. ഈ അച്ഛനെക്കുറിച്ച് അച്ഛൻ കേൾക്കെ തന്നെ പറഞ്ഞ എങ്ങനെയാണ്, ഇത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും അറുബോറനായ അച്ഛനാണെന്ന് അച്ഛൻ കേൾക്കെ പറഞ്ഞ് കേൾപ്പിക്കുക. മാത്രമല്ല, അച്ഛൻ്റെ ആ പള്ളിയുടെ തൊട്ടടുത്ത് ഒരു സ്ത്രീ ഗർഭിണിയായി, ഒരു പെൺകുട്ടി ഗർഭിണിയായി. ഉടനെ ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ ഗർഭിണിയാകാൻ കാരണം ഈ പള്ളിയിൽ അച്ഛനാന്ന് പറഞ്ഞു. വേണ്ട പണിയായില്ലേ. എന്നിട്ട് ഒരാൾ 48 hours എന്ന് പറഞ്ഞാൽ 2 ദിവസം ഫുള്ള് ആ പള്ളിയുടെ മുമ്പിൽ നിന്ന് ചീത്ത വിളിക്കുക അച്ഛനെ. അച്ഛൻ അതെല്ലാം കേട്ട് മിണ്ടാതിരി. അച്ഛൻ ഒരിക്കൽ പോലും ഞാൻ അല്ലെന്ന് പറഞ്ഞിട്ടില്ല. അച്ഛൻ അവിടെ നിന്ന് മിണ്ടാതെ നിന്നതെല്ലാം കേൾക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർക്കും തെളിയിക്കാൻ പറ്റുന്നില്ല സത്യം അതെന്ന്. ഇന്നത്തെ പോലെ ടെസ്റ്റൊന്നും ഇല്ലല്ലോ, അന്ന് തെളിയിക്കാൻ പറ്റുന്നില്ല. അവസാനം ഒരു ഇതുണ്ടായെന്ന് വെച്ചാൽ, പ്രസവിക്കാൻ നേരമായിട്ടും എന്ത് ചെയ്താൽ സ്ത്രീ പ്രസവിക്കുന്നില്ല. പ്രസവവേദന പ്രൊലോങ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവസാനം ഗതി കെട്ടപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഞാനൊരു നുണ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഉടമസ്ഥൻ ആ അച്ഛനല്ല, ഇതിൻ്റെ ഉടമസ്ഥൻ വേറൊരാളാണ്, അതുകൊണ്ട് അച്ഛനെ ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്ന് സത്യം പറഞ്ഞപ്പോഴാണ് അത് പ്രസവിച്ചത്. അതുകൊണ്ട് അല്ലെങ്കിൽ അച്ഛൻ അവിടെ നിൽക്കപ്രതി ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. അപ്പോൾ ഈ അച്ഛൻ അതുവരെ ഒരക്ഷരം മിണ്ടിയില്ല. എന്ത് ഞാനല്ലെന്നോ ഞാനാണെന്നോ ഒന്നും മിണ്ടിയില്ല. അതൊക്കെ സഹിച്ചു നിന്നു. പിന്നെ മാത്രമല്ല, ചിലർ ഈ അച്ഛനെ കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്, അതായത് ഈ അച്ഛന് പ്രസംഗമൊക്കെ തുടങ്ങി എല്ലാവരും കൂനി കൂടിയിരുന്ന് ഉറങ്ങാൻ തുടങ്ങും. അപ്പോൾ അച്ഛൻ ഞായറാഴ്ച പ്രസംഗിക്കുമ്പോൾ അച്ഛനോടുള്ള ദേഷ്യം കാണിക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് ഇങ്ങനെ കമന്ന് കിടന്ന് ഉറങ്ങാൻ തുടങ്ങും. സത്യത്തിൽ ഉറക്കമൊന്നും വന്നിട്ടില്ല, ഇങ്ങനെ കമന്ന് ഇങ്ങനെ കിടക്കണ പോലെ കാണിക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാച്ചൊക്കെ നോക്കും. എന്നിട്ട് 6 പോറം പ്രസംഗം എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടേ ഇതെല്ലാം സഹിക്കുക. അതുകൂടാതെ നല്ല ഭക്ഷണമുണ്ടോ, ഈ വ്യാനി പുണ്യാൾ നല്ല ഭക്ഷണമൊന്നും തന്നെ കഴിക്കാൻ പോയല്ല. ഈ വ്യാനി പുണ്യാൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഈ അന്ന് ഉരുളക്കിഴങ്ങ് മാത്രമാണ് കഴിക്കണത്, വേറെ കറി അങ്ങനെയൊന്നും ഇല്ല. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ പുഴുങ്ങി കഴിക്കുക, അതാണ് അന്നത്തെ ഭക്ഷണം. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ, ഈ വ്യാനി പുണ്യാൾ ഒരു അലുമിനിക്കൽ എടുത്തിട്ട് ഒരാഴ്ചയ്ക്ക് ഒരു 5-8 ദിവസം ഉരുളക്കിഴങ്ങ് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അങ്ങനെ പുഴുങ്ങും. അതായത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഒരു 10 ദിവസമുള്ള ചോറ് ഒന്നിച്ചങ്ങ് വെച്ച് വെക്കാന്ന് വിചാരിക്കും. ഇതുമാതിരി ശനിയാഴ്ച ചോറ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അടുത്ത ശനിയാഴ്ച വരെ അങ്ങോട്ട് പുഴുങ്ങും. എന്നിട്ട് ഒരു 2 എടുത്ത് കഴിക്കും. 5 മിനിറ്റ് ഭക്ഷണം, 5-10 മിനിറ്റിനുള്ളിൽ ഭക്ഷണം കഴിച്ച് ഓടി പള്ളിയിലേക്ക് പോകും. ഇതാണ് വ്യാനി പുണ്യാളുടെ രീതി. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വ്യാനി പുണ്യാളിൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു കസിനോ ബന്ധു ആരോ വന്നപ്പം അദ്ദേഹത്തെ ഭക്ഷണത്തിന് കൊണ്ടുപോയി. അദ്ദേഹത്തോട് പറഞ്ഞ്, 5-6 ദിവസം പഴക്കമുള്ള ഉരുളക്കിഴങ്ങോ, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അവർ എടുത്ത് നോക്കിയിട്ട് കഴിക്കാൻ പറ്റണ്ടേ, മണം വന്നിട്ട് അവർ നിൽക്കണ കണ്ട സമയത്ത് പറഞ്ഞു, എനിക്ക് ഇച്ചിരി തിരക്കൊണ്ട് പള്ളിയിൽ പോകണം, അവിടെ ആളുകൾ കുമ്പസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് വ്യാനി പുണ്യാൾ എഴുന്നേറ്റ് പോയി.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുമാതിരി ഈ മണം വെച്ച ഈ ഉരുളക്കിഴങ്ങെല്ലാം കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഈ അച്ഛൻ എന്നിട്ട് രാത്രി 12 മണി വരെ പള്ളിയിരുന്ന് കുമ്പസാരിപ്പിക്കും. എന്നിട്ട് 2 മണിക്കൂർ ഉറങ്ങുള്ളൂ. 2 മണിയാകുമ്പോൾ എഴുന്നേറ്റ് വീണ്ടും പ്രാർത്ഥന, പിന്നെ 3 മണി തൊട്ട് പള്ളിയിലുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട ഇങ്ങനെ ആയുസ് മുഴുവനും. അപ്പോൾ ഒരൊറ്റ മനുഷ്യന് ആദ്യത്തെ കാലത്ത് ഇഷ്ടമല്ലായിരുന്നു. നമ്മളിപ്പോഴാണ് പുണ്യാളൻ എന്ന് പറയണത്. ശരിക്കും പുണ്യാളൻ ഇവിടെ ജീവിക്കട്ടെ. എല്ലാവരും പുണ്യാളനെ കല്ലെറിഞ്ഞ് ഓടിക്കാൻ നോക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ പുണ്യാളൻ രാത്രി കാലങ്ങളിലും ഇടയ്ക്കും ദൈവത്തോട് പറയും, കർത്താവേ, ഇവർ പറഞ്ഞതെല്ലാം ഞാൻ അർഹിക്കുന്നുണ്ട്. ഞാനൊരു തട്ടിപ്പുകാരനാണ്, ഞാനൊരു ഹിപ്പോക്രിറ്റാണ്, ഞാനൊരു ശൂന്യത ഒന്നുമില്ലാത്തവനാണ്, ഞാൻ അറുബോറനാണ്, ഇതെല്ലാം ഞാൻ സഹിച്ചോളാം. പക്ഷേ ഐ പ്രേ ഫോർ കൺവേർഷൻ ഓഫ് മൈ പീപ്പിൾ. എനിക്കൊരൊറ്റ സമ്മാനം തിരിച്ചു തന്നാൽ മതി. എനിക്ക് വേറെ ഒന്നും, എനിക്ക് ആരോഗ്യം വേണ്ട, എനിക്ക് നല്ല ഭക്ഷണം വേണ്ട, എനിക്ക് ഈ ആളുകളല്ലേ എന്നെ മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കൊരൊറ്റ കാര്യം മാത്രം എൻ്റെ ദൈവം എനിക്ക് തന്നാൽ മതി. എൻ്റെ ജനത്തിൻ്റെ മാനസാന്തരം, ഭാവികളുടെ മാനസാന്തരം, അത് മാത്രം മതി കർത്താവേ. ബാക്കി എല്ലാവരും പറഞ്ഞോട്ടെ, ബാക്കി എന്തും വന്നോട്ടെ, ഞാൻ സഹിച്ചോളാം. ഞാൻ ഇതെല്ലാം ഇത് കൂടുതൽ സഹിച്ചോളാം. പക്ഷെ എനിക്കൊരൊറ്റ ഗിഫ്റ്റ് മാത്രം തന്നാൽ മതി. കൺവേർഷൻ ഓഫ് മൈ പീപ്പിൾ. എൻ്റെ ജനത്തിൻ്റെ മാനസാന്തരം മതി. അതിനോട് ഇതിൽ കൂടുതൽ ഞാൻ സഹിച്ചോളാം കർത്താവേ. ഇതാണ് സാക്രിഫൈസ് എടുക്കുന്നവർ. നമ്മുടെ മക്കൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിന് വേണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കുട്ടികൾ പ്രാർത്ഥിക്കുന്നില്ല, നമ്മുടെ കുട്ടികൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു പറഞ്ഞ് ബഹളം വെക്കുക എന്നല്ലാതെ എന്താ കാര്യം? 2 കരങ്ങളും നന്ദി ഉയർത്തി പിടിക്കാൻ. കർത്താവേ, എൻ്റെ കുടുംബത്തിലെ ഓരോരുത്തരുടെയും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും പരിഹാരം ചെയ്യാനും പ്രാശ്ചിത്വം അനുഷ്ഠിക്കാനും എൻ്റെ ഹൃദയത്തിൽ ഒരു ഉണർവ് തരണമേ കർത്താവേ. ഒരു വിശപ്പും ദാഹവും തരണം. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി തീഷ്ണത തരണമേ കർത്താവേ. ഈ നാട്ടിലെ എല്ലാവരും, എൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലൊരു ആത്മാവ് നശിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഒരു ആത്മാവ് കർത്താവിൽ അകന്നു പോകുന്നുണ്ടെങ്കിൽ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു എരിവ് എനിക്ക് തരണമേ കർത്താവേ.